ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻസ് 3ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ പേജ് വൈസ് ആയിട്ടാണ് പ്രോബ്ലംസ് ഇടുന്നത്. ഇന്ന് നമ്മൾ പേജ് 28ലെയും 29ലെയും 3 പ്രോബ്ലംസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം വായിക്കാം. 250 ഗ്രാം വീതം ഭാരമുള്ള ഒരു കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്രയാണ്? ഈ അളവുകളെല്ലാം കിലോഗ്രാമിലാക്കിയാലോ? Find the answer to each of the problems below and then write in words and as multiplication of number. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. What is the total weight of 2 pieces of pumpkin? Each weigh 250 grams. What if the weight is put in kilograms? അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം. വെയിറ്റ് ഓഫ് 1 പീസ് ഓഫ് പംകിൻ, ഒരു കഷ്ണം മത്തങ്ങയുടെ ഭാരം എത്രയാണ്? 250 ഗ്രാംസ് ആണ്. 250 ഗ്രാംസ് ആണ്. ഇനി വെയിറ്റ് ഓഫ് 2 പീസസ് ഓഫ് പംകിൻ, 2 കഷ്ണം മത്തങ്ങയുടെ ഭാരം എത്രയാണ്? 250 ഇൻറ്റു 2, 250 ഗുണിക്കണം 2, അതായത് 500 ഗ്രാംസ്. ഇനി ഇത് നമുക്ക് എങ്ങനെ മടങ്ങായിട്ട് റെപ്രസെന്റ് ചെയ്യാം? നിങ്ങൾക്കെല്ലാം അറിയാം, 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്രയാണ്? 1000 ഗ്രാം ആണ്. 1 കിലോഗ്രാം ഈക്വൽ ടു 1000 ഗ്രാംസ്. അപ്പോൾ 250, 250, 250, 250 അങ്ങനത്തെ 4 എണ്ണം കൂടിയാലാണ്, 4 250 കൂടിയാലാണ് എന്താവുക? 1000 ഗ്രാം ആകുക. അപ്പോൾ 250 എന്ന് പറയുന്നത് എന്താണ്? 1/4 ആണ്. 250 എന്ന് പറയുന്നത് 1/4 ആണ്, അതായത് 4ൽ 1 ഭാഗമാണ്. അപ്പോൾ 2 ടൈംസ് 250 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ടൈംസ് ഓഫ് 1/4. അപ്പം 1/4 ഇൻറ്റു 2, ദാറ്റ് ഈസ് 2 ഗുണിക്കാൻ 2, 2, 2/4. 2/4 നമ്മൾ വീണ്ടും ലഘൂകരിക്കണം, സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും? 1/2. ഇതെങ്ങനെ കിട്ടി? 1/2. 2ലും 4ലും കോമൺ ആയിട്ട് പോകുന്ന ഏതാണ്? 2 ആണ്. അപ്പൊ 2നെ 2 കൊണ്ട് ഹരിച്ചാൽ, ഡിവൈഡ് ചെയ്താൽ 1 കിട്ടി. 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടി. അപ്പോൾ 1/2. ആദ്യം നമ്മളോട് പറഞ്ഞത് മടങ്ങായിട്ട് എഴുതാനാണ്. 250 ഗ്രാമിന്റെ 2 മടങ്ങാണ് എന്ത്? 500 ഗ്രാം. ഓക്കെ, ഇനി നമ്മള് വേറെ രീതിയിൽ എന്താണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്? സംഖ്യകളുടെ ഗുണനക്രിയ ആയിട്ടാണ് എഴുതാൻ പറഞ്ഞത്. അങ്ങനെ എഴുതുമ്പോൾ എന്താണ്? 250 എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പോൾ പിന്നെ 1/4ന്റെ 1/4ന്റെ 2 മടങ്ങ്, അതാണ് എന്താണ്? 1/4 ഗുണിക്കാൻ 2, അത് 2/4 കിട്ടി. 2/4 എന്ന് പറയുന്നത് 1/2ന് സമമാണ്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. രണ്ടാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസസ് ഓഫ് റിബൺ? ഈച്ച് ഓഫ് ദ ലെങ്ത് 75 സെന്റിമീറ്റേഴ്സ്. വാട്ട് ഇഫ് ദ ലെങ്ത് ഈസ് പുട്ട് ഇൻ മീറ്റേഴ്സ്? 75 സെന്റിമീറ്റർ വീതം നീളമുള്ള 4 കഷ്ണം റിബണിന്റെ ആകെ നീളം എത്രയാണ്? ഈ അളവുകളെല്ലാം മീറ്ററിലാക്കിയാലോ? അടുത്ത് നോക്കാം. ലെങ്ത് ഓഫ് 1 പീസ് ഓഫ് റിബൺ, ഒരു കഷ്ണം റിബണിന്റെ നീളം എത്രയാണ്? 75 സെന്റിമീറ്റർ ആണ്. ഇനി ലെങ്ത് ഓഫ് 4 പീസസ് ഓഫ് റിബൺ, 4 പീസ് റിബണിന്റെ നീളം, അതായത് 75 ഗുണിക്കണം 4, 75 ഇൻറ്റു 4, അതായത് 4 മടങ്ങാണ്. ഒരു പീസ് എന്ന് പറയുന്നത് 75 ആണ്. അങ്ങനത്തെ 4 പീസാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പൊ 75 ഇൻറ്റു 4 നമ്മൾ ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 75 ഇൻറ്റു 4, 4 ഇൻറ്റു 5 20, ബാലൻസ് 2 ഇവിടെ കൊടുത്തു. 4 ഇൻറ്റു 7 28, 28 പ്ലസ് 2 ദാറ്റ് ഈസ് 300, 300 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് 300 സെന്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെയാണ്? 100 സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് 1 മീറ്റർ. അപ്പൊ 75 എന്ന് പറയുന്നത് എന്താണ്? 3/4 മീറ്റർ ആണ്. 75 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 3/4 മീറ്റർ ആണ്. അതായത് 100ൽ 75, അതായത് 3/4 മീറ്റർ ആണ്. അപ്പൊ ഇനി നമുക്ക് 4 ടൈംസ് ഓഫ് 3/4 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 3/4, 3/4ന്റെ 4 മടങ്ങ്. 3/4ന്റെ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ 4 ഗുണിക്കണം 3, 12, 12/4. 12/4 നമുക്ക് ചെയ്താൽ എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 3.
അപ്പോൾ നമുക്ക് 3 മീറ്റർ കിട്ടി. 300 സെന്റിമീറ്റർ ആണ് കിട്ടിയത്. മനസ്സിലായല്ലോ. 75 സെന്റിമീറ്ററിന്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് 300 സെന്റിമീറ്റർ ആണ്. ഇനി 75 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 3/4 ആണ്. ആ 3/4 എങ്ങനെ കിട്ടി? 75/100. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താലാണ് നമുക്ക് 3/4 കിട്ടുക. അപ്പോൾ 4 ടൈംസ് ഓഫ് 3/4 എന്ന് പറയുമ്പോൾ 4 × 3/4. 3/4ന്റെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4 ഗുണിക്കണം 3/4. അപ്പോൾ 4 ഗുണിക്കണം 3 12. 12/4. 12നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 3 കിട്ടും. 3 മീറ്റർ ആണ്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം വായിച്ചു നോക്കാം. മൂന്നാമത്തെ ചോദ്യം ലാസ്റ്റ് ചോദ്യമാണ്. ഒരു കപ്പിൽ 1/3 ലിറ്റർ പാൽ നിറയ്ക്കാം. 2 കപ്പിൽ ആകെ എത്ര പാൽ നിറയ്ക്കാം? 4 കപ്പിലോ? 1 cup can hold 1/3 liter of milk. How much milk can we pour in 2 cups in 4 cups? ഒരു കപ്പിലെ പാലിന്റെ അളവ് എത്രയാണ്? 1/3 ആണ്. 1/3 ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ 1 കപ്പ് 1/3 ലിറ്റർ ആണ്. ഓക്കെ, 1/3 ലിറ്റർ ആണ്. ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ 2 കപ്സ്, 2 കപ്പിലെ പാലിന്റെ അളവ് എന്ന് പറയുമ്പോൾ എന്താണ്? 1/3 × 2. 1/3 × 2 എന്ന് പറയുമ്പോൾ 1 × 2 2/3 അല്ലേ? 2/3 ലിറ്റർ ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇനി ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ 4 കപ്സ്, 4 കപ്പിലെ പാലിന്റെ അളവ് എത്രയാണ്? അപ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ 4 കപ്സ് എന്ന് പറയുമ്പോൾ 1/3 × 4, ദാറ്റ് ഈസ് 1 × 4 4/3. 4/3 എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? നോർമൽ ഫ്രാക്ഷനിലേക്ക് 4 ഇവിടെ എഴുതാം, 3 ഇവിടെ എഴുതാം. 4 ഹരിക്കണം 3 എന്നാണ് അർത്ഥം. 4/3. ഇപ്പം 4ൽ 3 എത്ര പ്രാവശ്യം പോകും? ഒറ്റ ടൈംസേ പോകും. അത് നമ്മൾ ഇവിടെ എഴുതാം. ഓക്കെ, 1 × 3 ഇവിടെ എഴുതി. ഓക്കെ, ഇനി 4ന് 3 കുറച്ചാൽ എത്ര കിട്ടും? 1. ബാലൻസ് 1 ആണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ എഴുതും? ഇതിന്റെ ആൻസർ ആയി കിട്ടിയത് ഇതാണ്. നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് 1, പിന്നെ 3 ആണ് അത് ഇവിടെ എഴുതുക. ബാലൻസ് കിട്ടിയതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 1/3 ലിറ്റർ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. 4/3 എന്ന് പറഞ്ഞാൽ 4/3. 4 ഹരിക്കണം 3. 4 3ൽ എത്ര പ്രാവശ്യം പോകും? 1 പ്രാവശ്യം പോകും. ബാലൻസ് നമുക്ക് 1 കിട്ടി. അപ്പൊ ബാലൻസ് ഉള്ള 1 ഇവിടെ എഴുതേണ്ടത്. നമുക്ക് കിട്ടിയ ഉത്തരമാണ് 1 ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, 3 ഇവിടെയുള്ള 3 തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വഴിയെ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പേജ് 30ലെ പ്രോബ്ലംസ് ആണ്. നമ്മൾ ഇതിലെ 3 പ്രോബ്ലംസ് ആണ് ചെയ്തത്. ഇനി പേജ് 30ലെ പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. പേജ് 30ലെ 4 പ്രോബ്ലംസ് ആണുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.